പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏട്ടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള തോൽപ്പാവക്കൂത്താണ്. ഇപ്പോൾ ഈ ഫെബ്രുവരി 16 തൊട്ട് ഫെബ്രുവരി 23 വരെയാണ് ഈ ഒരു തോൽപ്പാവക്കൂത്ത് നടക്കുന്നത്. അപ്പം ഇന്ന് ഇതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ കഥ എന്ന് പറയുന്നത് യുദ്ധ വിളംബരം. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കഥ, ഇന്നത്തെ കഥ എന്ന് പറയുന്നത് യുദ്ധ വിളംബരം. ഈ തോൽപ്പാവക്കൂത്തിൻ്റെ എങ്ങനെയാണ് ആ ഒരു പരിപാടി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ വീഡിയോയ്ക്ക് പോകാം. ഈ ഒരു ഏരിയയിലാണ് തോൽപ്പാവക്കൂത്ത് നടക്കുന്നത്. അപ്പം അതിനു മുമ്പ് ഒരു ചെറിയ ചടങ്ങുകളുണ്ട്. അതൊക്കെ ആൾക്കാർ കാണാതിരിക്കുന്നവരാണ്. അപ്പോൾ ഒരു നാടകം നടന്നിരുന്നു. ആ നാടകം കഴിഞ്ഞു. ഇതൊക്കെ നൊസ്റ്റു എന്ന് പറയില്ലേ, ആ കാര്യങ്ങളാണ്. നാടകം കഴിഞ്ഞു. അവിടെ കാണാൻ വന്നിരുന്ന ആൾക്കാരൊക്കെ കസേരകളൊക്കെ എടുത്ത് വയ്ക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അമ്പലം കാണാം. ആ ഒരു ചെറിയ അമ്പലത്തിൽ നിന്ന് ഒരു വിളക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു തോൽപ്പാവക്കൂത്ത് ആരംഭിക്കാമെന്നാണ് അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം അതിൻ്റെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതനുസരിച്ച് ഈ ഉത്സവം നടക്കുന്ന ദിവസം, ആദ്യത്തെ ദിവസം, ഉത്സവത്തിന് മുൻപുള്ള 7 ദിവസമാണ് ഈ ഒരു കൂത്ത് നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറയുന്ന ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള 7 ദിവസം കൂത്ത് കാണാതിരിക്കണം എന്നാണ് ഇവരുടെ ഒരു ഐതിഹ്യത്തിൽ, ഇവരുടെ ഒരു ആചാരം. അപ്പോൾ ഒരുവിധ ആളുകളും ആദ്യത്തെ ദിവസം വരില്ല, രണ്ടാമത്തെ ദിവസം തൊട്ട് വന്നു തുടങ്ങുള്ളൂ. ഇപ്പോൾ പതുക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്ന ആ ഒരു ഘട്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പൊരു ചടങ്ങുണ്ട്, തോൽപ്പാവക്കൂത്തിന് മുമ്പൊരു ചടങ്ങ്. ഇത് പുലർച്ചെ വരെ ഉണ്ടാവും ഈ ഒരു പ്രോഗ്രാം. പുറകിൽ കാണുന്നതാണ് ശരിക്കുള്ള അമ്പലം. ആ പന്തൽ പണിയാണ് കാണാം, കണ്ട പന്തൽ പണിയാണല്ല, പന്തൽ പണിതിരിക്കുന്ന അമ്പലം. അതിൽ ഈ ഒരു ചെറിയ അമ്പലത്തിൽ നിന്നാണ് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ ഒരു തോൽപ്പാവക്കൂത്ത് തുടങ്ങുള്ളൂ. പിന്നെയാണ് ഇവിടെ ഈ ചടങ്ങ് പ്രാർത്ഥിച്ച്, എല്ലാ പരിപാടികൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചൊരു ചടങ്ങ് ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ ആൾക്കാരൊക്കെ കൂടണ കാണാം ഈ ഒരു പ്രാർത്ഥനാ ചടങ്ങിന്. പരിപതിനാരനന്തരം കൂടി നല്ലൊരു കൽപ്പമാകിലും
ഓരോ ഗണപതി ശരീരം ജയ ജയ ഗണപതി പാദ നമസ്തേ ശ്രീമഹാഗണപതിക്ക് നമസ്കാരം. ഗജവദന വിചിന്യം ഗ്രീഷ്മമന്ത്രേ സുനേത്രം ഗജവദന വിശേഷം ഭൂതരോഗം പുരാണം ആരവനു പൂജ്യൻ രക്തവർണ്ണം സുധേ. മുന്നോർകൾ ചെയ്തു വരുന്നൊരു മുറമയാകിലും ക്രമമാകിലും അനേകം പേർകൾക്ക് വേണ്ടി വരുമായിരുന്ന ഈ ദേവീ സന്നിധാനത്ത് ചക്രജഞ്ചളയനേ ശരണം ശിവസുധാ ശരണം ശരണം അപ്പൊ ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇത് ഒരു പുലർച്ചെ 3 മണി വരെ ഉണ്ട്. ഞാൻ കഥയിലേക്ക് അധികം എത്താൻ നിന്നില്ല. കാരണം അത് ഇത്തിരി സമയം എടുക്കുന്നൊരു പ്രോഗ്രാമാണ്. ഇത് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നാടകം പോലെ തീരുന്നൊരു പരിപാടിയല്ല. ഞാനിപ്പോൾ 1 മണിയായി. ഇത് 10:45 കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അപ്പോൾ ഞാനൊരു 2 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു പുലർച്ചെ 3 മണിയാവുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത്രത്തോളമാണ് തോൽപ്പാവക്കൂത്ത് കണ്ടത്. ഇതെല്ലാം പൂർത്തിയായിട്ടില്ല. 3 മണി വരെ ഇരുന്നാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു തോൽപ്പാവക്കൂത്ത് ഞാൻ കണ്ടതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പതുക്കെ അടുത്ത വീഡിയോയിൽ കാണാം. വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പതുക്കെ ഇനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.